വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ എന്ന് സൂചി കുത്തുന്നതിനെ കുറിച്ച് ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സംഭവം കുറച്ച് വേദന ഉള്ളതാണെങ്കിലും നമ്മൾ ഈ ആശ്വാസത്തിന്റെ ഒക്കെ പുറത്തായിട്ടാണ് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ എന്ന് പറയുക. ആ തരത്തിലാണ് അഖിൽ മാരാറിന് പ്രസവം. അതായത് അഖിൽ മാരാർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറിലാണ്. സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്തെ ആളുകൾ ഈ പറയുന്നത് പോലെ ഈ പ്രസവം എന്നതൊക്കെ വളരെ നിസാരമായിട്ട് എടുത്തിരുന്നു. പല യുവതികളും ഈ പറയുന്നത് പോലെ പ്രസവം കഴിഞ്ഞ് പിറ്റേ അടുത്ത ദിവസം തന്നെ ജോലിക്ക് പോയ ആളുകളാണ്. അത്ര നിസാരമായി കണ്ട ഒന്നാണ് പ്രസവം എന്നും, ഇന്നത്തെ കാലത്തുള്ള ഡോക്ടർമാരും ആശുപത്രി സംവിധാനങ്ങളുമാണ് പ്രസവം എന്നത് വലിയതോ സംഭവമാണെന്നും വലിയ രീതിയിൽ പേടിപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടെത്തിച്ചത് എന്നുള്ള വിവാദ പരാമർശമാണ് അഖിൽ മാരാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ഒരു ഡയലോഗ് അടിച്ചതിന് തൊട്ട് പിന്നാലെ അഖിൽ മാരാർ വീണ്ടും എയറിൽ കയറി വിഡിത്തം വിളിച്ചു പറയുന്നത്, അതും ഇത്ര കോൺഫിഡൻസോടെ വിഡിത്തം വിളിച്ചു പറയാൻ ഇയാളെ കഴിഞ്ഞ് മറ്റൊരാളുള്ളൂ എന്ന തരത്തിലായി ഇപ്പോൾ കാര്യങ്ങൾ. വലിയ സോഷ്യൽ മീഡിയ സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ അഖിൽ മാരാറിനെതിരെ ഉയർന്നിട്ടുള്ളത്. പക്ഷേ ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ പറയുന്ന ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ഈ പണ്ടത്തെ കാലത്ത് അവർ അങ്ങനെ ചെയ്തത് അവരുടെ ദാരിദ്ര്യം കൊണ്ടാണെന്നും ഇന്ന് അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നതും അഖിൽ മാരാറിന് ബോധ്യമില്ല. പണ്ടത്തെ കാലത്ത് ഈ പറയുന്നത് പോലെ കുറച്ച് ആളുകളൊക്കെ പ്രസവം വീടുകളിലൊക്കെ നടത്തിയിട്ടുണ്ട്, സർവൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 100-ൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് അത്തരത്തിൽ ജീവിച്ച ആളുകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള അധികം ആളുകളും ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് ജീവിച്ചിട്ടുള്ളത്. അതാണ് ആദ്യകാലത്തെ പ്രസവം. ഈ കാലത്ത് എന്ന് പറയുന്നത് സുഖപ്രസവത്തിന് പകരം ഒരുപക്ഷെ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ഡോക്ടർമാർ ഈ പറയുന്നത് പോലെ സിസേറിയൻ സജസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് അമ്മയും കുഞ്ഞും സുരക്ഷിതമാണോ ഒരു സിസേറിയൻ എന്നുള്ള രീതിയിലേക്ക് എത്തും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ലോകത്തുണ്ടായിട്ടുള്ള, നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള വികസനങ്ങൾ, മാറ്റങ്ങൾ അത് നല്ലതിനാണ് എന്ന് പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്ന രീതിയിലേക്ക് തൊലിക്കട്ടി കാണിക്കുകയാണ് അഖിൽ മാരാർ. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അഖിൽ മാരാറിന് തൊലിക്കെട്ടി മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാളിച്ച സംഭവിച്ചു എന്ന് മനസ്സിലായിട്ടും ന്യായീകരിച്ച് മെഴുകുകയാണ് അഖിൽ മാരാർ. പ്രസംഗവുമായി ബന്ധപ്പെട്ട അഖിൽ മാരാർ നടത്തിയ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ കടുക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ന്യായീകരണങ്ങളുമായിട്ട് മാരാർ രംഗത്തേക്ക് വരികയാണ്. തന്റെ പരാമർശത്തെ ന്യായീകരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അമ്മയാകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയും പ്രസവം ഒരു ബാധ്യതയായി കാണില്ല എന്നും സൃഷ്ടിയുടെ വേദന ആസ്വദിക്കണമെങ്കിൽ ആ മൂല്യം തിരിച്ചറിയണമെന്നും അഖിൽ മാരാർ പുതിയ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. സാധാരണ സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആവുന്നത് പാട്ടുകളാണ്. ട്രെൻഡിങ് ആവുന്നത് എന്താണോ അത് എടുത്ത് റീൽ ഉണ്ടാക്കുക, അതിലൂടെ കിട്ടുന്ന റീച്ച് ഉണ്ടാക്കുക, അതിനപ്പുറം ആഗ്രഹമൊന്നും പൊതുവെ പലർക്കുമില്ല. എന്തായാലും എന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് ആണെങ്കിലും പ്രസവം എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞതിന് സ്വയം അർത്ഥം കൽപ്പിച്ച് ആഘോഷിക്കുന്നവർക്ക് നിങ്ങൾക്ക് എൻജോയ് എന്ന് പറഞ്ഞാൽ ആഘോഷത്തോടെ വേദനരഹിതമായി ചെയ്യുന്ന ലഹരിയാകാം എന്ന് മനസ്സിലാകും എന്നുള്ള രീതിയിലാണ് അഖിൽ മാരാർ പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. അതായത് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ളത് കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ച നിമിഷങ്ങളാകാം, അല്ലെങ്കിൽ സെക്സ് ചെയ്ത നിമിഷങ്ങളാകാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ഡാൻസോ പാട്ടോ ക്രിക്കറ്റ് കളിച്ചോ അത്തരം വിവിധ രീതിയിൽ ആകാം. അതേ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ ഇവയൊക്കെ നേടുമ്പോൾ നമ്മൾക്ക് വേദന ഉണ്ടാകും. ആ വേദന മറക്കണമെങ്കിൽ ആ പ്രോസസ് എൻജോയ് ചെയ്താൽ മതി എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അതായത് രാജ്യത്തെ സേവിക്കണം എന്ന ചിന്തയിൽ പട്ടാളത്തിൽ ചേരുന്നത് ചിട്ടയായ കഠിനമായിട്ടുള്ള ട്രെയിനിങ്, എൻജോയ്മെന്റ് രീതിയിൽ തന്നെയാണ്. അവന്റെ ലക്ഷ്യം ഈ വേദന, ഈ ബുദ്ധിമുട്ട് അവനെ ഒരു മികച്ച സൈനികനാക്കും എന്നുള്ളതാണ്. എന്നാൽ ശമ്പളം നോക്കി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പോകുന്ന ഒരുവന് വലിയ പ്രയാസവുമാണ് ഈ ട്രെയിനിങ് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്.
ഈ കാലഘട്ടം ഒന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്നവൻ കൊതിക്കുന്നുണ്ടാകും. രണ്ടുപേരും പട്ടാളക്കാരനാണ്. ഒരാൾ ആസ്വദിക്കും, മറ്റൊരാൾ അത് ബാധ്യതയായി എടുക്കും. അമ്മയാകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയും പ്രസവം ഒരു ബാധ്യതയേറിയ ഒന്നായി കാണില്ല എന്നുള്ളതും അവളെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ നിമിഷമാണ് അത് എന്നുള്ളതുമാണ് താൻ പറഞ്ഞു വെക്കുന്നതെന്ന് അഖിൽ മാരാർ ചൂണ്ടിക്കാണിക്കുന്നു. അത് ബാധ്യതയെ അവൾക്ക് തോന്നിയാൽ അതിന് കാരണമായ ഭർത്താവിനെയും തനിക്ക് വേദന സമ്മാനിച്ച കുഞ്ഞിനെയും അവൾ ശപിക്കും. ജീവിതത്തിൽ ഒരിക്കലും പ്രസവിക്കാൻ പിന്നീട് അവൾ തയ്യാറാവില്ല. അവൾ അത് ചെയ്യാതെ വീണ്ടും ഗർഭിണിയാകുന്നത് പ്രസവം അവൾക്ക് സന്തോഷം നൽകിയത് കൊണ്ടാണ്. അവൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷം സമ്മാനിച്ച വേദന കുഞ്ഞിന്റെ മുഖം കാണുന്ന നിമിഷം അവൾ മറക്കും. അതേസമയം സമൂഹത്തിന്റെ നിർബന്ധം കൊണ്ട് അല്ല എങ്കിൽ അബദ്ധം പറ്റി ഗർഭിണിയാകുന്ന ചിലരുണ്ട്. അവരെ സംബന്ധിച്ച് ഇതുപോലെ പ്രയാസം നിറഞ്ഞൊരു കാലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വയറ്റിൽ വളരുന്ന കുഞ്ഞു മൂലം ശരീര സൗന്ദര്യം പോകുന്നു. ഭർത്താവിനെ കൂടാതെ വേറൊരുത്തനെ കൂടെ കൂട്ടാൻ പറ്റില്ല. ഇനി പ്രസവിച്ചു കഴിഞ്ഞാലോ സമാധാനം നഷ്ടപ്പെട്ടു. ഇവിടെ തകർന്ന ഒരു നിമിഷമായി പ്രസവം മാറും. അതോടെ അതിന് കാരണമായ സമൂഹത്തെയും ഭർത്താവിനെയും ശപിക്കും. പതിയെ ഇവരുടെ കുടുംബം ഇല്ലാതാകും. അതിനുശേഷം സ്ത്രീകളെ രക്ഷിക്കാൻ ഒരു വരവുണ്ട്. അതാണ് കുറെയൊക്കെ ഇപ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കാതെ ആഘോഷിക്കുന്ന ശേഷം സ്വന്തം അമ്മയോടും ഇന്നലകളിൽ അമ്മ ആയവരോടും ചോദിക്കുക. സൃഷ്ടിയുടെ വേദന ആസ്വദിക്കണമെങ്കിൽ സൃഷ്ടി എന്ന മഹത്തമായിട്ടുള്ള കർമ്മത്തിന്റെ മൂല്യം തിരിച്ചറിയണം. മഹത്വത്തിന്റെ മഹത്വം തിരിച്ചറിയണം. അതിനുമപ്പുറം 10 മാസം സ്ത്രീയുടെ ഗർഭകാലത്തെ കച്ചവടമാക്കി വയർ കുത്തിക്കീറി പണം കീശയിലാക്കാൻ നടക്കുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയണം. ഒരു സ്ത്രീ സ്വാഭാവികമായിട്ട് പ്രസവത്തിലേക്ക് പോകാതിരിക്കണം എങ്കിൽ എന്ത് വേണം? ഉത്തരം ലളിതം. പ്രസവിച്ചാൽ സഹായിക്കാൻ കഴിയാത്ത വേദനയാണെന്ന് പറഞ്ഞു ഭയം സൃഷ്ടിക്കുക. മാനസിക സംഘർഷം സൃഷ്ടിക്കാൻ അവൾക്ക് പ്രസവിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുക. 1000 രൂപയ്ക്ക് തീരേണ്ട ഒരു ഗർഭകാലം 2 മുതൽ 3 ലക്ഷം വരെ ആശുപത്രിയിൽ നൽകി സ്വന്തം ശരീരം ഇല്ലാതാക്കി സ്ത്രീ അമ്മയാകുന്ന അവസ്ഥ ആരാണ് ഉണ്ടാക്കിയെടുത്തത്? നിങ്ങൾ എന്നെ പരിഹസിച്ച് എന്താണ് പുതുതലമുറയിലെ പെൺകുട്ടികളോട് പറഞ്ഞു വെക്കുന്നത്? എന്നെ എതിർക്കുകയല്ല, ഭാവിയിൽ കുടുംബം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഒരു വിഭാഗത്തിനും മറ്റൊരു കൂട്ടർ റീച്ചിനു വേണ്ടി കഥ അറിയാതെ ആടുന്നത് എന്നാണ് അഖിൽ മാരാറിന്റെ കുറിപ്പ്.